പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ ഏവൻഗേലിയോൻ വായന നമ്മുടെ ആരാധനാ ജീവിതത്തിൻ്റെ പ്രധാന ഘടകമാണല്ലോ. ഏവൻഗേലിയോൻ വായിക്കുന്ന സന്ദർഭം ഇരുവശത്തും കത്തിച്ച മെഴുകുതിരികൾ പിടിച്ചിരിക്കും. കത്തിച്ച മെഴുകുതിരികൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്നും വായിക്കപ്പെടുന്ന സുവിശേഷം അന്ധകാരത്തെ മാറ്റി ലോകത്തിന് പ്രകാശം നൽകുന്നത് ആകുന്നുവെന്നും വളരെ വിലയേറിയ അർത്ഥതലമാണ് സഭ പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ച വേദവായനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്, അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ മനോഹര പ്രതീകമാണ്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ പല മതങ്ങളുടെയും ആധ്യാത്മിക ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രസരിപ്പിൻ്റെയും മനോഹര പ്രതീകമാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ 3 വ്യത്യസ്ത സംഭവങ്ങൾ അതിനെ സുവിശേഷകൻ ഒരുമിച്ച് ചേർത്ത് വ്യാഖ്യാനിക്കുകയാണ്. യേശുക്രിസ്തു ഉപദേശിക്കുന്നു, വിളക്ക് കൊളുത്തിയിട്ടാരും അതിനെ പറയിൻ കീഴിലോ കട്ടലിൻ്റെ കീഴിലോ വയ്ക്കുന്നില്ല. അകത്തു വരുന്നവർക്ക് പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ഇതാണ് മുഖവര. അതിനുശേഷം യേശുക്രിസ്തു മറ്റൊരു വീക്ഷണത്തിലേക്ക് അനുവാചകരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. യേശുക്രിസ്തു പറയുന്നു, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം പ്രകാശപൂരിതമായിരിക്കും. കണ്ണ് ദോഷമുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും അന്ധകാരപ്പെട്ടിരിക്കും. ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരീശന്മാരിൽ ഒരുവൻ യേശുക്രിസ്തുവിനെ ഭവനത്തിലേക്ക് അത്താഴത്തിന് വിളിക്കുന്നു. കർത്താവ് ക്ഷണം സ്വീകരിച്ച് പരീശൻ്റെ വീട്ടിൽ ചെല്ലുന്നു. പരീശൻ്റെ വീട്ടിൽ ചെല്ലുന്ന യേശുക്രിസ്തുവിനെ പരീശൻ നോക്കുന്നു. പരീശൻ ആശ്ചര്യപ്പെടുകയാണ്. യഹൂദന്മാരുടെ സെറിമോണിയൽ വാഷിംഗ്, ഭക്ഷണത്തിന് മുൻപുള്ള കഴുകൽ യേശുക്രിസ്തു നിർവഹിച്ചിട്ടില്ല. കർത്താവ് പരീശനോട് ചോദിക്കുന്നു, പരീശന്മാരായി നിങ്ങൾ കിണ്ടുകണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കും, അതിൻ്റെ അകം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. യേശുക്രിസ്തു മൂഢന്മാരെ എന്ന് പരീശന്മാരെ വിളിക്കുന്നു. പുറം നിർമ്മിച്ചവൻ തന്നെയാണ് അകവും നിർമ്മിച്ചത്. അകത്തുള്ളത് ഭിക്ഷയായി കുടിപ്പീൻ, എന്നാൽ സകലതും ശുദ്ധമായി തീരും. ഇതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വേദഭാഗത്തിൻ്റെ വിവരണം. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വിവിധ മതങ്ങളിലും പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവസാന്നിധ്യവും ആധ്യാത്മിക ജീവിത വിശുദ്ധിയുടെ പ്രതീകവുമായി പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തു നൽകിയ ഈ ഉപദേശം വളരെ പ്രസക്തമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് 3 സുവിശേഷകരും ഈ വേദഭാഗം, ഈ ഉപദേശം തങ്ങളുടെ സുവിശേഷത്തിൽ ചേർത്തിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2 ഭാഗത്ത് പറയുന്നു. 8-ാം അധ്യായം 16-18 വാക്യങ്ങൾ, അതുപോലെ തന്നെ നാം വായിച്ചു കേട്ട 11-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വേദഭാഗം. ഇവിടെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, വിളക്ക് കത്തിച്ചിട്ട് ആരും അത് മറച്ചു വെക്കുന്നില്ല, മറിച്ച് കടന്നു വരുന്നവർക്ക് പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. സഹോദരങ്ങളെ, ഈ വേദഭാഗം മനസ്സിലാകുവാൻ വേണ്ടി കർത്താവിൻ്റെ പ്രതിപാദനം, 1 യേശുക്രിസ്തു പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കത്തിച്ച വിളക്കിനെ കുറിച്ചുള്ളത്, 2 ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്ന് പറയുന്നത്, 3 പരീശന്മാരുടെ അകം ശുദ്ധീകരിക്കാത്ത പുറമെയുള്ള അനുഷ്ഠാനത്തെക്കുറിച്ച്.
ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ 3 വിളക്കുകളായി നമുക്കിതിനെ ചിത്രീകരിക്കാം. ഒന്ന്, യേശുക്രിസ്തു പ്രതിപാദിക്കുന്ന ഒന്നാമത്തെ വിളക്ക്, അത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. യേശുക്രിസ്തു പറയുന്നു, വിളക്ക് കത്തിച്ചിട്ട് ആരും പറയിൻ കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ വയ്ക്കുന്നില്ല, അതിനെ മൂടി വയ്ക്കുന്നില്ല, മറിച്ച് ഏവർക്കും പ്രകാശം ലഭിക്കുന്നതിന് തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവവചനമാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെക്കുറിച്ച് പറയുമ്പോൾ 7 നിലവിളക്കുകൾ എന്ന പ്രതീകമാണ് ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തു 7 നിലവിളക്കുകളുടെ മധ്യേ നിലകൊള്ളുന്നു. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ അഹറോന്യ പൗരോഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചുമതലയായിട്ടാണ് പറയുന്നത്, നിലവിളക്ക് കെടാതെ സൂക്ഷിക്കണം. സമാഗമന കൂടാരത്തിൽ സാക്ഷിയൻ പെട്ടകവും ആ സാക്ഷിയൻ പെട്ടകത്തോടൊപ്പം സമാഗമന കൂടാരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കുമുണ്ട്. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്ക് യഹൂദ മതജീവിതത്തിൻ്റെ സർവശക്തനായ യഹോവയുടെ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും ഒക്കെ മനോഹര പ്രതീകമായി നിലകൊള്ളുകയാണ്. ആ നിലവിളക്ക് കെടാതെ സൂക്ഷിക്കേണ്ടത് പൗരോഹിത്യ ധർമ്മമാണ്. സഹോദരങ്ങളെ, ഒന്നാമത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ കട്ടിലിൻ്റെ കീഴിലോ അതുപോലെ തന്നെ അതിനെ മറവായി വയ്ക്കരുത് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ജീവൻ്റെ വചനമാകുന്ന സുവിശേഷത്തിൻ്റെ അർത്ഥതലത്തെക്കുറിച്ചും ആ സുവിശേഷത്തിൻ്റെ പ്രചരണത്തെക്കുറിച്ചും അത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിനെക്കുറിച്ചുമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഏവൻഗേലിയോൻ വായന നമ്മുടെ ആരാധനയുടെ പ്രധാന ഘടകമാണ്. ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ കത്തിച്ച മെഴുകുതിരികൾ അത് വൈദികരോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം അത് ലോകത്തിന് പ്രകാശമായി തീരേണ്ടിയ ജീവൻ്റെ വെളിച്ചമാണ് എന്ന സത്യമാണ് കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ഓർമ്മിപ്പിക്കുന്നത്. ഞാനും നിങ്ങളും ഓർക്കുക, ഈ വിളക്ക് എന്നാണ് കൊളുത്തിയത്. നമ്മെ സംബന്ധിച്ച് വിശുദ്ധ മാമോദീസയിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളായി. ഞാനും നിങ്ങളും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. എന്താണ് ഉത്തരവാദിത്വം? ജീവൻ്റെ സുവിശേഷ വാഹകരായി യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഈ വിളക്ക് കൊളുത്തിയതിലൂടെ വിശുദ്ധ മാമോദീസയിലൂടെ ദൈവമക്കളായത് മുഖാന്തരം ജീവൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരായി നമ്മൾ പരിണമിച്ചിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശം അത് പ്രസരിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. യേശു ക്രിസ്തുവിനാൽ നമുക്ക് ലഭിച്ച ജീവൻ്റെ വചനം, ശ്രേഷ്ഠമായ ദൈവിക സുവിശേഷം, അത് നിർഭയം ധൈര്യപൂർവം പ്രഘോഷിക്കുക എന്നത് സഭയുടെ ചുമതലയാണ്, വിശ്വാസികളുടെ ചുമതലയാണ്. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച്, ആദിമസഭയിലെ രക്തസാക്ഷികളെ സംബന്ധിച്ച് അവർ സുവിശേഷം മറച്ചുവെച്ചില്ല. ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിച്ചു. സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാൻ, ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാൻ അപ്പോസ്തോലിക സഭ തയ്യാറായി. യേശുക്രിസ്തു ഈ ഒരു ഉപദേശമാണ് അപ്പോസ്തലന്മാർക്ക് നൽകുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം, ആ വെളിച്ചം നിങ്ങൾ മറച്ചു വെക്കരുത്. അത് ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റ് കൊണ്ട് മൂടി വയ്ക്കുവാനുള്ളതല്ല, മറിച്ച് അത് കടന്നു വരുന്ന ഏവർക്കും പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ പ്രസരിപ്പിക്കുവാനുള്ളതാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചതും ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ്. അന്ധകാരമയമായ ലോകത്തിൽ ജീവൻ്റെ വെളിച്ചം നൽകിയ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ വെളിച്ചം യേശുക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുക, വെളിച്ചത്തിൻ്റെ നല്ല സാക്ഷികളാകുക, അത് നമ്മുടെ ചുമതലയാണ്. വെളിവ് നിറഞ്ഞൊരു ഈശോ എന്ന ഗാനം തന്നെ നമുക്കറിയാം. പ്രകാശമായിരിക്കുന്ന കർത്താവേ, നിന്നാൽ ഞങ്ങൾ പ്രകാശിതരാകുന്നു. നിന്റെ പ്രകാശം ലോകത്തിന് നൽകുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. സകല വിശുദ്ധന്മാരും അതുപോലെ തന്നെ ശുദ്ധിമതികളുമൊക്കെ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വെളിച്ചം ലോകത്തിന് നൽകിയവരാണ്. എങ്ങനെ വെളിച്ചം പ്രസരിപ്പിക്കും? യഥാർത്ഥത്തിൽ തിരി കത്തിക്കൊണ്ടിരിക്കണം. തിരി കത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ജീവൻ്റെ പ്രവർത്തനങ്ങൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ. സുവിശേഷമെന്ന് പറയുന്നത് പ്രഘോഷണം മാത്രമായി അധപ്പതിക്കാതെ പ്രഘോഷത്തിനനുസൃതമായ പ്രവർത്തനം, ആ നന്മയുടെ പ്രവർത്തനമാണ് വെളിച്ചം ലോകത്തിന് നൽകുന്ന പ്രവർത്തികൾ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം
ചത്തതാണല്ലോ. നമ്മെ ലോകത്തിന് ദൈവത്തിൻ്റെ പ്രകാശം പരത്തുന്നവരായി ആക്കി തീർക്കുവാൻ സാധിക്കുന്നത് നന്മ പ്രവർത്തികളിലൂടെയാണ്. യേശുക്രിസ്തു അന്ത്യന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. വലത്ത് ഭാഗത്തുള്ളവരോട് പറയുകയാണ്, എൻ്റെ ഈ എളിയ സഹോദരന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇവിടെയാണ് വിളക്ക് കത്തിച്ചിട്ട് അത് പറയിൻ കീഴിലല്ല, മറച്ചു വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ആ വിളക്ക് ലോകത്തിന് പ്രകാശമായി പരിണമിക്കണം. ഇന്നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വിളക്ക് കെടുത്തും ശലഭങ്ങളാണ്. വിളക്ക് കെടുത്തും ശലഭങ്ങൾ. അത് ഈ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ചിന്തയായി നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനരികിലേക്ക് ചില ശലഭങ്ങൾ അടുത്തു വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ആ ശലഭങ്ങൾ വിളക്കും കെടുത്തും സ്വയമേവ നശിക്കുകയും ചെയ്യും. ഇന്ന് ഇടവക ജീവിതത്തിലും സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലുമൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കണം. പ്രകാശം പരത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, സുവിശേഷമാകുന്ന വിളക്ക് കെടാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ പ്രാപ്തമാകുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം വിളക്ക് കെടുത്തും ശലഭങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിലുണ്ട്, നാം അഭിമുഖീകരിക്കുന്ന ജീവിത മേഖലകളിലുണ്ട്. ഇന്ന് മനുഷ്യനെ ആകർഷിക്കുന്ന അനവധി സാധ്യതകളുണ്ട്. ആ സാധ്യതകളെല്ലാം ദൈവീക വെളിച്ചത്തെ നശിപ്പിക്കുന്നതാണോ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ലൗകിക ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളും ആർഭാട ജീവിതവും കരുണയില്ലാത്ത കാഴ്ചപ്പാടും അധികാരം ആഘോഷിക്കുന്നതുമെല്ലാം വിളക്ക് കെടുത്തും ശലഭങ്ങളാണ്. പലപ്പോഴും സ്വസ്ഥതയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യത്തിലേക്കൊക്കെ കടന്നു വരുന്നത് എങ്ങനെയൊരു വിഷയമുണ്ടാക്കാം, എങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവർ അനവധിയാണ്. ഒരു സഭാജീവിതത്തിൻ്റെ ശോഭിതമായിരിക്കുന്ന പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശ ജീവിത സാഹചര്യത്തിൽ അനേകം വിളക്ക് കെടുത്തും ശലഭങ്ങളുണ്ട്. അധികാരം ആഗ്രഹിക്കുന്നവർ, സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുന്നവർ, അവർക്ക് വിളക്ക് കിടുന്നത് പ്രശ്നമല്ല. എങ്ങനെയും വിഷയമുണ്ടാക്കി ഞാൻ പരിഹരിച്ചു, ഞാനാണതിൽ സമർത്ഥനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. വിളക്ക് കെടുത്തും ശലഭങ്ങളെ ശ്രദ്ധിക്കുക. അവിടെയാണ് യേശുക്രിസ്തു ഈ വേദഭാഗത്തോട് ചേർന്ന് പറയുന്ന രണ്ടാമത്തെ വിളക്കിൻ്റെ പ്രസക്തി. നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം പ്രകാശിതമായിരിക്കും. കണ്ണ് ദോഷമുള്ളതാണെങ്കിൽ ശരീരം അന്ധകാരമയമായിരിക്കും. സഹോദരങ്ങളെ, ലൈറ്റും സൈറ്റും തമ്മിൽ ബന്ധമുണ്ട്. പ്രകാശവും കാഴ്ചയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. നല്ല വെളിച്ചത്തിലാണ് കാഴ്ച പൂർണ്ണമാകുന്നത്. നല്ല വെളിച്ചം, ആ നല്ല വെളിച്ചത്തിൽ ദർശനത്തിൻ്റെ ആഴം വർദ്ധിക്കും. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, ഈ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. നമ്മുടെ ദർശനങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളോടുമുള്ള, ഓരോ ജീവിത സാഹചര്യങ്ങളോടും സംഭവങ്ങളോടുമുള്ള മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കണ്ണ് ദോഷമുള്ളതാണെങ്കിൽ ശരീരം അന്ധകാരമയമായിരിക്കും. നമ്മളൊരു വിഷയത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? സുവിശേഷത്തിൻ്റെ അർത്ഥതലത്തിൽ കാഴ്ചപ്പാട് വളർത്താൻ സാധിച്ചാൽ കണ്ണ്, ശരീരത്തിൻ്റെ വിളക്കായ കണ്ണ് പ്രകാശമയമായിരിക്കും. അത് ശരീരത്തെ മുഴുവൻ, ജീവിതത്തെ മുഴുവൻ സന്തോഷകരമായി തീർക്കുവാൻ പ്രയോജനകരമായി തീരും. നമുക്കറിയാം, നാവിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും യേശുക്രിസ്തു പ്രത്യേകിച്ച് മനുഷ്യജീവിതത്തിൽ ദോഷം സംഭവിക്കാവുന്നതും അതേസമയം സന്തോഷകരമായി തീരുന്നതുമായ കാര്യങ്ങളായി നാവിൻ്റെ നിയന്ത്രണവും ദർശനത്തിൻ്റെ, നോട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മെ രമിപ്പിക്കുന്ന, പലപ്പോഴും നമ്മെ ഭ്രമിപ്പിക്കുന്ന പല കാഴ്ചകളും ഈ ലോകത്തിലുണ്ട്. ആ കാഴ്ചകളിൽ നമ്മൾ പ്രകാശം കണ്ടെത്തിയാൽ ശരീരം അന്ധകാരത്തിലേക്ക് നീങ്ങും. സാധാരണഗതിയിൽ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചൊരു വിശദീകരണമുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക്, ആ വിളക്ക് അതിനകത്ത് എണ്ണയുണ്ട്, തിരിയുണ്ട്, അത് കത്തുന്നുമുണ്ട്. പക്ഷേ പ്രകാശം ലഭിക്കുന്നില്ല. പ്രകാശം ലഭിക്കാത്തതിൻ്റെ കാരണം ഇലക്ട്രിസിറ്റിയൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ചിമ്മിനി വിളക്ക്, ആ ചിമ്മിനി മുഴുവൻ പുക പിടിച്ചിരിക്കുകയാണ്. ചിമ്മിനി മുഴുവൻ പുക പിടിച്ചിരുന്നാൽ എണ്ണ ഉണ്ടെങ്കിലും തിരി കത്തുന്നുണ്ടെങ്കിലും
പ്രകാശം ലഭിക്കത്തില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീക്ഷണം മുഖാന്തരം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പാപബന്ധനങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങളും പ്രകാശത്തിന് വിഘാതമായി നിലകൊള്ളും എന്നത് പരമമായ സത്യമാണ്. കണ്ണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ താത്വികമായ വീക്ഷണത്തെയും ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെയുമാണ്. കാഴ്ചപ്പാടുകളാണ് ജീവിതം സന്തോഷപൂർണ്ണമാക്കി തീർക്കുന്നത്. നമ്മുടെ ദർശനങ്ങളാണ് ആധ്യാത്മിക വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സ്വാർത്ഥതയും ആർഭാടവും ഒക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടെങ്കിൽ പലപ്പോഴും നിരാശയിലാണ്ടുപോകും ജീവിതം എന്നതിന് സംശയം വേണ്ട. ഒന്നാമത്തെ വിളക്ക്, ജീവൻ്റെ സുവിശേഷമാകുന്ന വിളക്ക്, അത് കത്തിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജീവൻ്റെ സുവിശേഷമാകുന്ന വിളക്ക് മറച്ചു വെക്കരുത്. അത് പ്രകാശം പരത്തത്തക്ക രീതിയിൽ തണ്ടിന്മേൽ വെക്കണം. ധൈര്യത്തോടും നിർഭയത്തോടും ദൈവവചനം പ്രഘോഷിക്കണം. ദൈവവചനത്തിൻ്റെ നല്ല സാക്ഷികളാകണം. കർത്താവ് അപ്പോസ്തലന്മാരെ ഓർമ്മിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് നമ്മുടെ വീക്ഷണം, നമ്മുടെ ദർശനം, നമ്മുടെ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ജീവിതം സന്തോഷകരമാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അന്ധകാരപൂർണമായി ശരീരമായി തീരാതിരിക്കണമെങ്കിൽ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം, ദർശനം നന്നായിരിക്കണം, കാഴ്ചപ്പാട് വ്യക്തമായിരിക്കണം. മൂന്നാമത്, ഈ ഉപദേശം നൽകുമ്പോഴാണ് യേശുക്രിസ്തുവിനെ പരീശൻ അത്താഴത്തിന് വിളിക്കുന്നത്. പരീശന്മാരുടെ കാഴ്ചപ്പാടിനോട് യേശുക്രിസ്തുവിന് പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നാൽ യേശുക്രിസ്തു പരീശൻ്റെ ക്ഷണം സ്വീകരിക്കുകയാണ്. യേശുക്രിസ്തു നമ്മെ കാണിച്ചു തരുന്ന ആധ്യാത്മിക ജീവിതത്തിൻ്റെ, സാമൂഹികമായ ജീവിത ബന്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കർത്താവ് ഈ ക്ഷണം സ്വീകരിച്ചു എന്നുള്ളത് തന്നെ. യേശുക്രിസ്തുവിനെ കാഴ്ചപ്പാടിൽ പരീശൻ്റെ മതഭക്തി കർത്താവിന് ഇഷ്ടമല്ല എങ്കിലും പരീശൻ്റെ ക്ഷണം കർത്താവ് സ്വീകരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം, പരീശൻ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിരിക്കാം. യേശുക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും വാക്ക് കിട്ടിയിട്ട് കർത്താവിൻ്റെ മേൽ കുറ്റാരോപണം നടത്തുവാനായിരിക്കാം പരീക്ഷൻ ക്ഷണിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഈ പ്രതിസന്ധി ഒന്നും കണ്ടിട്ട് അതിനെ അഭിമുഖീകരിക്കാതെ പിൻവാങ്ങിപ്പോകുന്നില്ല. കർത്താവ് അതിനെ അഭിമുഖീകരിക്കുവാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് ക്ഷണം സ്വീകരിച്ച് പരീശൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുന്നത്. പരീശൻ്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു ചെല്ലുമ്പോൾ പരീശൻ്റെ കാഴ്ചപ്പാട് അവിടെ വളരെ വ്യക്തമാണ്. പരീശൻ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് യഹൂദന്മാരുടെ സെറിമോണിയൽ വാഷിംഗ്, അല്ലെങ്കിൽ അവരുടെ മതപരമായ ചടങ്ങ്, അത്താഴത്തിന് മുമ്പ് കഴുകുകയെന്ന മതപരമായ ചടങ്ങ് യേശുക്രിസ്തു നിർവഹിച്ചിട്ടില്ല എന്നതിൽ പരീശൻ ആശ്ചര്യപ്പെട്ടു. യേശുക്രിസ്തു ആ സമയത്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, പരീശന്മാരെ, നിങ്ങൾ പുറം വെടിപ്പാക്കുന്നു, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തെ അശുദ്ധി നിങ്ങൾ ചിന്തിക്കുന്നില്ല. യേശുക്രിസ്തു വളരെ വ്യക്തമായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പുറം നിർമ്മിച്ചവൻ തന്നെയാണ് അകവും നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, സകലതും ശുദ്ധമാകും. യഹൂദന്മാർക്ക് ന്യായപ്രമാണം, അതിനോടനുബന്ധിച്ച അനുഷ്ഠാനങ്ങൾ, ഈ അനുഷ്ഠാനങ്ങളാണ് ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതെന്ന് അവർ വിചാരിക്കുന്നു. അനുഷ്ഠാന പ്രാധാന്യമുള്ള മതജീവിതം, ഞാനിത് ഓർക്കുന്നതിന് വേണ്ടി ഇതിനെ മൂന്നാമത്തെ വിളക്കായിട്ട് ചിത്രീകരിക്കുന്നു. ഒന്നാമത്തെ വിളക്ക് ജീവൻ്റെ സുവിശേഷം, രണ്ടാമത്തെ വിളക്ക് ശരീരത്തിലെ കണ്ണ്, മൂന്നാമത്തെ വിളക്ക് അത് ഒരു ചെറുവിളക്കാണ്, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാകുന്ന വിളക്ക്. അതിനാണ് പരീശൻ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പരീശനെ സംബന്ധിച്ച് അതിഥിയായി കടന്നു വന്ന യേശു അനുഷ്ഠാനത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നില്ല. അത്താഴത്തിന് മുമ്പ് കൈ കഴുകുന്നില്ല. അത്താഴത്തിന് മുമ്പ് കൈ കഴുകാത്തത് കൊണ്ട് നസ്രായക്കാരൻ അശുദ്ധനാകും എന്നതാണ് പരീശൻ്റെ ചിന്ത. എന്നാൽ പരീശൻ മനസ്സിലാകുന്നില്ല ആരാണ് തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതെന്ന്. ശീമോനെക്കുറിച്ച്, പരീശനായി ശീമോൻ യേശുക്രിസ്തുവിനെ ഭക്ഷണത്തിന് വിളിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ യേശുക്രിസ്തു ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ കർത്താവിനെ ആദരപൂർവ്വം സ്വീകരിക്കുവാൻ പരീശനായ ശീമോന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ സൗകര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും യേശുക്രിസ്തുവിനെ ഒന്ന് കാണിക്കാനാണ് അവിടെ പരീശനായ ശീമോൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, കടന്നു വന്ന യേശു ആരാണെന്ന് ഈ പരീശന് മനസ്സിലാകുന്നില്ല.
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുഷ്ഠാനങ്ങളുടെ ചെറുവിളക്കുകൾ, അനുഷ്ഠാനങ്ങളുടെ ചെറുവിളക്കുകൾ. ഞാനൊരു വാക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കാൻഡിൽസ് സീം ബ്രൈറ്റ് അൻറ്റിൽ ദ സൺ കംസ് ഔട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സൂര്യൻ ഉദിക്കുന്നത് വരെ വിളക്കുകൾക്ക് പ്രകാശമുള്ളൂ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വിളക്കുകൾ അപ്രസക്തമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വിളക്കുകൾ അപ്രസക്തമാണ്. അനുഷ്ഠാനങ്ങളുടെ കരിന്തിരി പേറുന്ന പരീശനെ, തൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന സൂര്യനെ മനസ്സിലായില്ല. അനുഷ്ഠാനങ്ങളുടെ കരിന്തിരി പേറുന്ന പരീശന് തൻ്റെ ഭവനത്തിൽ കടന്നു വന്ന നീതി സൂര്യനെ മനസ്സിലായില്ല. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ അനുഷ്ഠാനങ്ങളുടെ ചെറുവിളക്കുകൾ, അത് കർത്താവിനെ ശുദ്ധമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ കിണ്ടികണ്ഡങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഉള്ളിലെ വിശുദ്ധിയും അകക്കണ്ണുകൾ തുറക്കുന്നതിനെക്കുറിച്ചും കർത്താവ് പഠിപ്പിക്കുകയാണ്. പരീശനെ മാത്രമല്ല, നമ്മെയും. പലപ്പോഴും ആന്തരിക വ്യതിയാനമില്ലാത്ത അനുഷ്ഠാന പ്രധാനമായ ജീവിതം, അതാണ് മതജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശുശ്രൂഷകൾ, നാം ചെയ്യുന്ന ഔദാര്യ പ്രവർത്തനങ്ങൾ, സഹോദരങ്ങളെ, ഹൃദയവിശുദ്ധിയിൽ നിന്ന് കടന്നു വരണം. അവിടെയാണ് യേശുക്രിസ്തു ഓർമ്മിപ്പിച്ചത്, സുവിശേഷമാകുന്ന വിളക്ക് കെടാതെ സൂക്ഷിക്കണം, നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്നതാണ് പൗരോഹിത്യത്തിൻ്റെ ധർമ്മം. അതാണ് നമ്മുടെ ചുമതല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദേവാലയങ്ങളും നമ്മുടെ ആധ്യാത്മിക ജീവിത സാഹചര്യങ്ങളുമെല്ലാം വിളക്ക് കെടാതെ സൂക്ഷിക്കുവാൻ സർവശക്തൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ചുമതലയാണ്. രണ്ടാമത്, കാഴ്ചപ്പാടാണ്, ദർശനമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ സമാധാനകരമാക്കി തീർക്കുന്നത്, സന്തോഷകരമാക്കി തീർക്കുന്നത്. അവിടെയാണ് നാം ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. മൂന്നാമത് കർത്താവ് പറയുന്നു, അനുഷ്ഠാനങ്ങളാകുന്ന ചെറുവിളക്കിനേക്കാളുപരി ഉദിച്ച് ഉയർന്നിരിക്കുന്ന നീതിസൂര്യനായി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അത്താഴത്തിന് മുമ്പ് കൈ കഴുകാഞ്ഞപ്പോൾ പരീശൻ ആശ്ചര്യപ്പെട്ടു. എന്നാൽ കൈ കഴുകാതെ പൂർണ്ണ വിശുദ്ധിയോടെ കടന്നു വന്നിരിക്കുന്നത് ദൈവപുത്രനാണെന്നുള്ള ബോധ്യം, അത് പരീശൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് വെള്ള തേച്ച ശവക്കല്ലറകളെ നിങ്ങൾക്ക് കഷ്ടം എന്ന് യേശുക്രിസ്തു പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നിരന്തരം വിളക്ക് ശോഭിക്കട്ടെ. വിളക്ക് കെടുത്തും ശലഭങ്ങളായി പരിണമിക്കാതിരിക്കുക. കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലും നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ജീവിതത്തിലും വിളക്ക് കെടുത്തും ശലഭങ്ങളായി തീർന്നാൽ വിളക്കും കെടും, സ്വയമേവ നശിക്കുകയും ചെയ്യും. അതിനിടവരാതെ ജീവൻ്റെ സുവിശേഷം നിർവിഘ്നം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ സർവശക്തൻ കരുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.